ചൊല്ലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതും പറഞ്ഞാണ് ഇപ്പോൾ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഒരു തർക്കം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പോയി ചോദിക്കുകയാണ്, വേറെ ഒരാളോട്, തേർഡ് പേഴ്സണോട് ഞാൻ പോയി ചോദിക്കുക, എന്താണ്, ഒന്നുമില്ലാന്നേ, അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ ചൊല്ലിയാണ് അവരിപ്പോൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണേന്ന് നമ്മൾ പറയില്ല. സോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിനും പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കണതിനെയാണ്, ആ ഒരു വഴക്കുണ്ടാക്കണതല്ല, അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഓവർ വിച്ച് എന്നുള്ള ആ ഒരു വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. ദർ ഈസ് എ കണ്ടിന്യൂയിങ് ഡിസ്എഗ്രിമെൻറ്റ്. കണ്ടിന്യൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തുടർച്ചയായ. ഡിസ്എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ആ ഒരു മീനിങ്ങിലൊക്കെ നമുക്ക് ഡിസ്എഗ്രിമെൻ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോൺ ഓഫ് കൺടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ ഒരു വഴക്കിന് സാധ്യതയുള്ള ഒരു കാര്യമാണെങ്കിൽ, അല്ലേ, ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു വഴക്ക്, ഒരു തർക്കം, ഇതിനൊക്കെ കാരണക്കാരനാവുന്ന അല്ലെങ്കിൽ അതിന് എന്താ പറയുക, അതിനൊരു കാരണമായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ബോൺ ഓഫ് കൺടെൻഷൻ എന്ന് പറയാം. നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, the border always has been a bone of contention between these two countries. എന്താണ്, the border always has been a bone of contention between these two countries. അല്ലേ, എന്താണ് ഇവിടെ, എന്താണ്, അതായത് ഈ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡർ, ആ ബോർഡർ എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ, വഴക്കുണ്ടാവാൻ, ഫൈറ്റ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി കുറേ കാലങ്ങളായിട്ട് ഈ ബോർഡർ എന്താണ്, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന ഒരു റീസണായി ഇങ്ങനെ അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം രണ്ടാൾക്കാർ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വോട്ടെവർ രണ്ട് സഭകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ, രണ്ട് പാർട്ടീസ് തമ്മിൽ, വോട്ടെവർ ഇറ്റ് മേ ബി, ഇല്ലേ, രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഒരു വഴക്കിന് അല്ലെങ്കിൽ ഒരു തർക്കത്തിന് അല്ലെങ്കിൽ അവർ എന്താ പറയുക ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ഈ എന്തെങ്കിലും ഒരു സംഭവം ഒരു കാരണമായി ആക്ട് ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ കാരണത്തിന് നമ്മൾ എന്ത് പറയും, ബോൺ ഓഫ് കൺടെൻഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? യെസ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.